ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നിങ്ങളോട് ഉള്ള മനോഭാവം എന്താണ്, അവർ നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളതാണ്, അവരുടെ ഉള്ളിലുള്ളത് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആണ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം നമ്മൾ അവരുടെ കറണ്ട് എനർജി നോക്കാം. ഇതാണ് അവരുടെ കറണ്ട് എനർജി. ഒന്ന് നോക്കട്ടെ. ഫസ്റ്റ് തന്നെ മജീഷ്യനാണ് വന്നിരിക്കുന്നത്. നയൻ ഓഫ് സോഡ്, ടെൻ ഓഫ് പെന്റക്കിൾസ്, എയ്റ്റ് ഓഫ് വാൻസ്, ടെൻ ഓഫ് കപ്സ്, the Fool, Nine of Cups, Six of Swords. ബോട്ടം വന്നിരിക്കുന്നത് 7 ഓഫ് സോഡ്സ് ആണ്. അവരുടെ കറണ്ട് എനർജിയിൽ നമുക്ക് നോക്കാവേ. ഇപ്പം മജീഷ്യനാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. മജീഷ്യൻ ഫസ്റ്റ് വന്നെങ്കിൽ നയൻ ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇവിടെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഒരു നയൻ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് 7 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. 7 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, അവരുടെ മനസ്സിലെ വിചാരമാണ്. നിങ്ങളോട് അവരെന്തൊക്കെയോ കള്ളം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? നിങ്ങളോട് അവരെന്തൊക്കെയോ കള്ളം പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയോ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ തൽക്കാലത്തെ രക്ഷയ്ക്ക് വേണ്ടി ആവണം. ഇവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് സോഡ്സ്, ബാക്കിൽ വന്നിരിക്കുന്നത് 3 ഓഫ് വാൻസ് ആണ്. പക്ഷെ ഈ ഒരു എനർജിയിൽ നിന്നും അവർ ഈ ഒരു എനർജിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ സാധിക്കാനും നിങ്ങളെ കൂടുതലായിട്ട് സ്വാധീനിക്കാനും വേണ്ടി എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിലൊന്ന് ചീറ്റ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് ഇവർ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളോട് ഇനി ഈ ബന്ധം വേണ്ട, തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ടാവണം. പക്ഷെ അവരുടെ മനസ്സിൽ അപ്പോഴും സ്നേഹമുണ്ട്. അവർ കണ്ടില്ലേ, വീണ്ടും ഇവിടെ എന്തൊക്കെയോ തയ്യാറെടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് കാണുന്നത്. എന്തൊക്കെയോ തയ്യാറെടുത്തിട്ടുണ്ട്. ഇവിടെ വളരെയധികം ആവേശം, 3 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇവിടെ എന്തൊക്കെയോ ആവേശമുണ്ട് നിങ്ങളോട് അടുത്തുകൂടാൻ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് 9 ഓഫ് സോഡ്സ് ആണ്. ഇതിനകത്തിൽ അവർ ഒത്തിരി റിഗ്രറ്റ് അനുഭവിക്കുന്ന, ഗിൽറ്റ് ഫീൽ ചെയ്യുന്നവർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ചെയ്തു പോയതിൽ അവരെന്തൊക്കെയോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു, അവരെന്താണ് എന്നെ പറ്റി ചിന്തിക്കുന്നത്, നന്നായിട്ട് സ്നേഹിച്ചു വന്ന വ്യക്തിയാണല്ലോ, ഇതൊക്കെ ഇവരെ ഒരുപാട് മാനസികമായി അലട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയും ഇവർക്ക് ഉറക്കമില്ലാത്ത രാത്രി ആണ്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയിൽ തന്നെയാണെന്നാണ് ഇവിടെ നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ നന്നായിട്ട് സ്നേഹിച്ചതാണല്ലോ എന്നൊക്കെ ഉള്ള വിചാരത്തിൽ അവർ ഒരുപാട് മാനസികമായി വിഷമിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അവർക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും, ചിലപ്പോൾ നിങ്ങളുടെ എനർജിയും ഇതായിരിക്കാം, ഈ ഒരു സമയത്തും അവർ നന്നായി വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ നിങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയി, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം, എന്തുമായിക്കൊള്ളട്ടെ. പക്ഷെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നില്ല. അപ്പൊ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ നിങ്ങളോട് അകന്നതിന് ശേഷം
നിങ്ങളോടൊരകൽച്ച വന്നതിന് ശേഷം നിങ്ങളോടൊരകൽച്ച വന്നതിന് ശേഷം അവർ നന്നായി ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നന്നായി ദുഃഖം അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് കുറ്റബോധം അനുഭവപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കണ്ടില്ല, തല കുമ്പിട്ട് കൈ മുഖത്ത് പൊത്തിപ്പിടിച്ചിരുന്ന് കരയുന്ന എനർജിയാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ ഒരു എനർജിയിലായിരിക്കണം. ഇന്നത്തെ ദിവസം എന്നല്ല, ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ആരുടെ എനർജിയാണോ കൂടുതലായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, ആ എനർജിയിൽ ഉള്ള ആൾക്കാർ കൂടുതലായിട്ടും ഇത്തരത്തിലൊരു അവസ്ഥ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. 9 ഓഫ് സോഡിന്റെ അവസ്ഥ. അതായത് എന്താണ്, ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, നന്നായി സ്നേഹിച്ചത് നല്ലൊരു ഫാമിലിയായിട്ട് നമ്മൾ വന്നതാണ്, സ്നേഹമുണ്ടെങ്കിലും ഒരു ഫാമിലിയെ പോലെ കഴിഞ്ഞതാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവർ വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അടുത്തായിട്ട് ഇവിടെ മജിഷ്യന്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. വീണ്ടും നിങ്ങളോട് കൂടിച്ചേരണമെന്നൊക്കെ ഉള്ള ആഗ്രഹമാണ് അവരുടെ ഉള്ളിൽ. കണ്ടില്ലേ, തോട്ട്സ് എത്രയും പെട്ടെന്ന് ഒരുപാട് ഫാസ്റ്റിലാണ് ഈ ഒരു തോട്ട്സ് നിങ്ങളിലേക്ക് വരുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുമായി പുതിയൊരു തുടക്കം വേണം എന്നവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ 10 ഓഫ് കപ്സിന്റെ എനർജി, നിങ്ങളുടെ ഫാമിലിയാണ്, അവരുടെ ഫാമിലിയാണ്, ആരുടെ ആയാലും കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു ഫാമിലിയിലേക്ക് പോകണം എന്നവർ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി അതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ നല്ല ഫാമിലിയായിട്ട് കഴിഞ്ഞിരുന്നു. ഇത് കപ്പിൾസിന് മറ്റു ഏത് തരത്തിലുള്ള സ്നേഹബന്ധങ്ങൾക്കും ബാധകമാണ്. ചിലർ ലവേഴ്സ് ആയാലും ഫാമിലിയെ പോലെ കഴിഞ്ഞവരുണ്ടാവാം. അത്രമാത്രം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നു എന്നുള്ള അർത്ഥമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങളോട് വളരെയധികം സ്നേഹത്തിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചു. അത് നിങ്ങളുമായി ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴും അവരുടെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം ഉണ്ട്. അത് ഫുൾ കാർഡ് കണ്ടില്ല, നിങ്ങളുമായിട്ട് ഇനി എല്ലാം മറന്ന് നിങ്ങളെ തന്നെ വിശ്വസിച്ച്, നിങ്ങളിലൊരു വിശ്വാസമുണ്ട് അവർക്ക്. അങ്ങനെ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇനി ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ചെയ്ത തെറ്റുകളെല്ലാം പറഞ്ഞു, അതെല്ലാം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് നല്ലൊരു ഫാമിലി, മുന്നോട്ട് നല്ലൊരു തുടക്കത്തിലേക്ക് വരണം. ജീവിതം ആദ്യ തൊട്ട് തുടങ്ങണം എന്നുള്ളതാണ് ഇവിടെ വിചാരിക്കുന്നത്. ഇവിടെ അങ്ങനെയാണ് കാണുന്നത്. ഇവിടെ നിറഞ്ഞ സ്നേഹമുണ്ട്. ഇവിടെയോ സ്നേഹത്തിന്റെ സഫലത, 9 ഓഫ് കപ്സിന്റെ എനർജി. നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകൾ തരണമെന്നോ, അതുപോലെ തന്നെ നിറഞ്ഞ സന്തോഷത്തോടുകൂടി നിങ്ങളിലേക്ക് വരണം, നിങ്ങളുമായി നല്ലൊരു യാത്ര നടത്തണം, അങ്ങനെയൊക്കെ അവരിവിടെ ആഗ്രഹിക്കുന്നത് പോലെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് നിമിത്തമായിരിക്കണം, കാരണം ഇവിടെ 10 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പിണക്കങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് നിങ്ങളെ നല്ല ഇഷ്ടമാണ്. നിങ്ങളുടെ സ്വഭാവം കണ്ടില്ലേ, 9 ഓഫ് കപ്സ് ആണ് വന്നിട്ട്, നിങ്ങളുടെ സ്വഭാവം ഒക്കെയും വളരെ ഇഷ്ടമാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്ന മജിഷ്യന്റെ എനർജിയാണ്. മജിഷ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ അവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവർ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ അവരിലേക്ക് ഇനി തിരിച്ചെത്താൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു ഒരുപാട് എന്നുള്ളതാണ് കാണുന്നത്. ഇടയിൽ ആരെങ്കിലും ഒക്കെ വന്നോട്ടെ, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇവിടെ 8 ഓഫ് വാൻസ്, നിങ്ങളുമായി ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് അവർ. എങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുകയാണ് അവർ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയി, ഇനി നിങ്ങളിലേക്ക് വരില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അവരുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നു, നിങ്ങളുമായി ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. മനസ്സിലായി? അത്തരം ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയോ 6 ഓഫ് സോഡിന്റെ എനർജിയാണ്. നിങ്ങളോട് ഒപ്പം തന്നെ ചേർന്ന് മുന്നോട്ട് പോകണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നു, തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് അവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നോക്കാവേ. നിങ്ങളുടെ കറണ്ട് എനർജിയിൽ ഒരു കാർഡ് ഒന്ന് എടുക്കാവേ. നിങ്ങളുടെ കറണ്ട് എനർജി കാർഡ് എടുക്കാം.
നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. നിങ്ങളിപ്പോൾ കുറച്ച് പിന്നെ ഒത്തിരി ബോൾഡായിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. പക്ഷേ ആദ്യ കാലങ്ങളിൽ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചു. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, ഇനി എന്തിനാ, ഇനി ഞാൻ ആ വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ചിലരൊക്കെ ആണെങ്കിൽ വെയിറ്റ് ചെയ്യും, ചേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, റീഡിങ് എടുക്കുന്നുണ്ട് ചിലരൊക്കെ. പക്ഷെ ചിലരൊക്കെ വിചാരിക്കുന്നത് എന്താണ്, പോയവർ പൊയ്ക്കോട്ടെ, ഇനി എനിക്ക് ഈ വ്യക്തിയുമായിട്ട് ഒരു ബന്ധം വേണ്ട, അല്ല എങ്കിൽ വരുമ്പോൾ വരട്ടെ. ചിലർ വിചാരിക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ വരട്ടെ, ഇവിടെ കണ്ടില്ലേ, വരുമ്പോൾ വരട്ടെ, വന്നു കഴിഞ്ഞ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെയുണ്ട്. വന്നിട്ട് മുന്നോട്ട് പഴയതിനേക്കാളും വളരെയധികം സ്നേഹമായിട്ട് ഫാമിലി സഹിതം മുന്നോട്ട് സന്തോഷമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും, ചിലപ്പോൾ ചിലർ മാര്യേജിലേക്ക് കിടക്കുന്നവരും ഉണ്ടാകും, ചില സാഹചര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയും മുന്നോട്ട് പോകണം എന്നിവിടെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഉണ്ട്. ഇത് നിങ്ങളുടെ ആഗ്രഹവും അവരുടെ ആഗ്രഹവും ആവാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ ബോൾഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നോക്കാം അവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. അവർ ഈ സമയത്ത് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്താണ്, നിങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ വന്നേക്കുന്നു. 8 ഓഫ് വാൺസിന്റെ എനർജി വന്നിട്ടുണ്ട്. 7 ഓഫ് സോർഡ്സ്, ദ ഫൂൾ, 10 ഓഫ് പെന്റക്കിൾസ്, 3 ഓഫ് പെന്റക്കിൾസ്, 10 ഓഫ് സോർഡ്സ്. നോക്കാം എംപററാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു സ്നേഹബന്ധത്തിൽ ആരുടെയോ വിലക്ക് ഉണ്ട് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു അധികാരഭാവത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, ചിലപ്പോൾ അവരുടെ വീട്ടുകാരാവാം, നിങ്ങളുടെ വീട്ടുകാരാവാം, ഏതെങ്കിലും ചിലപ്പോൾ അച്ഛനാവാം, അമ്മയാവാം, അമ്മാവന്മാരോ അല്ല എങ്കിൽ മറ്റ് ആരെങ്കിലും, ചിലപ്പോൾ നിങ്ങളുമായിട്ട് കൂടുതൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ അധികാരമുള്ള, നിങ്ങളെ വിലക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിലൊന്ന് കൈ കടത്താനായിട്ട് ഒക്കെ അധികാരമുള്ള ഏതോ ഒരു വ്യക്തി ഇതിനുള്ളിലുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അത് നിമിത്തം അവർക്ക് നിങ്ങളോട് ഒന്നും തുറന്നു പറയാനും പറ്റുന്നില്ല എന്നുള്ളത് കാണുന്നുണ്ട്. ഇത് നിമിത്തം ഇങ്ങനെ ഒരു വ്യക്തി എന്തൊക്കെയോ ഇവിടെ വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ. ആ വിലക്ക് ഏർപ്പെടുത്തിയത് നിമിത്തം അവർക്ക് അങ്ങനെയുള്ള കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് സൈലന്റ് ആണ് എന്നാണ് കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ചോദിക്കുമ്പോൾ 6 ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അവർ ആരും അറിയാതെ അതിനെ മൂടി വെച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവരിപ്പോൾ അത് സമൂഹത്തിൽ അറിയണ്ട, അല്ലെങ്കിൽ നിങ്ങൾ അറിയണ്ട എന്താണ് ഇനി ഇവർ പറയുന്നതിന്. ചിലപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും ആവും. കണ്ടില്ലേ, ഹൈ പ്രീസ്റ്റസിന്റെ എനർജി വന്നത്, അതുപോലെ തന്നെ എംപററുടെ എനർജി വന്നത്. എംപറർ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവരാരോ അവരുടെ ഫാമിലിയിലായാലും നിങ്ങളുടെ ഫാമിലിയിലായാലും മുതിർന്നവരുടെ ആരുടെയോ ഒരു വിലക്ക് ഇവിടെ ഉണ്ട്, ഈ ഒരു സ്നേഹബന്ധത്തിൽ ഉണ്ട്. എക്സ്ട്രാ മാരിറ്റൽ ആണെങ്കിൽ അത് പാടില്ല, അങ്ങനെ നിങ്ങൾ പോകരുത് എന്നൊക്കെ പറയാൻ ചില സുഹൃത്തുക്കളാവാം, അല്ല എങ്കിൽ ചില വീട്ടിലുള്ള മുതിർന്ന ചില അംഗങ്ങളാവാം. അങ്ങനെ വരുമ്പോൾ അങ്ങനെ നിങ്ങളെ അവരെ വിലക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെയും അവരെന്താണ്, അവർ ഈ ഒരു ബന്ധത്തെ കൂടുതലായിട്ടും മറച്ചു വയ്ക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായി. ഇനി തേർഡ് പാർട്ടി ആണെങ്കിൽ തന്നെയും ഇവിടെ അവർ മറച്ചു വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിലുള്ളത് എന്ത് പ്രശ്നമാണോ അതിനെ അവർ ഇവിടെ മറച്ചു വയ്ക്കുന്നുണ്ട്. മറച്ചു വെച്ചിട്ടാണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് അവർ പെരുമാറുന്നത് എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇതുവരെ പെരുമാറിയിരുന്നത് എന്നാണ് കാണുന്നത്. അത് നിമിത്തമായിരിക്കണം. അങ്ങനെ ചില കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കണം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ വഴക്കിട്ടതും പിരിഞ്ഞു പോയതും. ഇവിടെ നിങ്ങൾ കറണ്ട് എനർജി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് നിമിത്തം നിങ്ങൾ കുറച്ചുകൂടി ബോൾഡായിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇത് എനിക്ക് സഹിക്കാൻ വയ്യ, ഇനി ഞാൻ മുന്നോട്ട് പോവുകയാണ്, അതല്ല ഇനി എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ബന്ധം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ വീണ്ടും 7 ഓഫ് സോഡ് വന്നിരിക്കുന്നു. അവർക്ക് തന്നെ അറിയാം നിങ്ങളോട് അവർ കള്ളം പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളെയും മറച്ചു വെച്ചിട്ടുണ്ടാവാം.
അപ്പം അങ്ങനെ ഒരു സ്വഭാവം ആയതുകൊണ്ട് തന്നെ അവർക്കതിൽ വിഷമം അനുഭവിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇപ്പോഴവർ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്, കണ്ടില്ലേ ഇവിടെ നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്. നിങ്ങളെ ആകാംക്ഷയോടുകൂടി കണ്ട് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടി വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഒരു കംപ്ലീഷൻ നടക്കുകയുള്ളൂ. ഇവിടെ 9 ഉണ്ട്, 10 ആവണമെങ്കിൽ ഒന്നുകൂടി ഉണ്ടാവും. അതാണ് ഇവിടെ വളരെയധികം ആകാംക്ഷയുണ്ട്. അപ്പൊ നിങ്ങളോട് അത്രയ്ക്ക് സ്നേഹമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവർക്ക് നിങ്ങളില്ലാതെ ഈ ജീവിതം കംപ്ലീറ്റ് ആവുന്നില്ല. ഇവിടെ ഒരു കംപ്ലീഷൻ നടക്കണമെങ്കിൽ നിങ്ങൾ കൂടെ വരണം. അവർക്ക് നിങ്ങളെ വേണം, അത്യാവശ്യമായിട്ടും നിങ്ങൾ ഉണ്ടായിരിക്കണം അവരോടൊപ്പം എന്നവരിവിടെ അതിയായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായോ? ഇവിടെ നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചതിനും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചതിനും അവർ നല്ലതുപോലെ വിഷമം അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ചിലപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് പാർട്ടി അവരെ ട്രാപ്പിൽ പെടുത്തിയിരിക്കാം, മനഃപൂർവ്വമായിരിക്കില്ല. ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി വന്നാൽ നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തികളാണ്, മനഃപൂർവ്വമായിരിക്കില്ല. ഇവിടെ 10 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. 10 ഓഫ് കപ്സിന്റെ എനർജി നേരത്തെ വന്നാണ് അവരുടെ കറണ്ട് എനർജിയിൽ. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വമല്ല, അവർക്ക് നിങ്ങളോട് നല്ല സ്നേഹം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി വന്ന് നിങ്ങളെ ട്രാപ്പിൽപ്പെടുത്തി, നിങ്ങളെ അല്ലെങ്കിൽ അവരെ ട്രാപ്പിലാക്കി. അതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അവരെ ട്രാപ്പിലാക്കിയിരിക്കുന്നു. ഇവിടെ അത് തന്നെയാണ് കാണുന്നത്. കണ്ടില്ലേ, അത് നിമിത്തം അവർക്കിപ്പോൾ പുറത്ത് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് എന്നാണ് കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കത്തിലേക്ക് മുന്നോട്ട് പോകണമെന്ന്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം നേരത്തെ അവരുടെ കറണ്ട് എനർജിയിൽ വന്നിട്ടുണ്ട്. ഇത് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ചോദിച്ചപ്പോൾ ഈ ഒരു എനർജി വന്നു, പുതിയ തുടക്കം. അതുപോലെ 10 ഓഫ് പെന്റക്കിൾസ് നിറഞ്ഞ സ്നേഹത്തോടുകൂടി കുടുംബസഹിതം മുന്നോട്ട് പോകണം എന്ന് അവരിവിടെ അതിയായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെയോ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. 8 ഓഫ് വാൺസിന്റെ എനർജി. 8 ഓഫ് വാൺസ് അവരുടെ കറണ്ട് എനർജിയിലുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അത്രമാത്രം ഒരു ആവേശത്തോടു കൂടിയുള്ള ഒരു എനർജി അവരിൽ നിന്നും നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങളിൽ നിന്നും അങ്ങോട്ടേക്കും ചെല്ലുന്നുണ്ട്. മനസ്സിലായി? ഈ ഒരു എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതാണ് ഈ ഒരു ആവേശത്തോടു കൂടിയുള്ള ഈ ഒരു എനർജി. എപ്പോഴും അവരെക്കുറിച്ച് ചിന്തിക്കുക, അവരെന്താണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള, അവരെപ്പോൾ വരും, വിളിക്കുമോ, കാണുമോ, ഇനി മുന്നോട്ട് പോകുമോ എന്നൊക്കെയുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിലുമുണ്ട്, അവരുടെ ഉള്ളിലും ഉണ്ട്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇനിയാണ് നിങ്ങളുടെ ഭാഗ്യസമയം വരുന്നത്. ഇതുവരെ ഒരു കർമ്മ ഫേസ് ചെയ്തു. കണ്ടില്ല, ഇവിടെ കർമ്മ ഫേസ് ചെയ്ത എനർജി ആവണം. 10 ഓഫ് സോഡ് അവരുടെ കറണ്ട് എനർജിയിൽ 9 ഓഫ് സോഡ് വന്നിരുന്നു. അപ്പൊ ഇത് രണ്ടും കാണിക്കുന്ന എന്താണ്? കർമ്മ ഫേസ് ചെയ്യുകയാണ്. ഇവിടെയോ കർമ്മ ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു സമയത്തേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ ഭാഗ്യചക്രം മുന്നോട്ട് ഉരുളുന്നത്. ഭാഗ്യസമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒത്തുചേരാനുള്ള ഭാഗ്യസമയം ആയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടെ എടുക്കാവേ. സെലിബ്രേഷൻ ആണ്. ഇനി നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വളരെയധികം സന്തോഷം. കണ്ടില്ലേ, ഇവിടെ നിങ്ങളുമായി കൂടി ചേർന്ന് സന്തോഷം അനുഭവിക്കണം എന്ന് തന്നെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. സെലിബ്രേറ്റ് ചെയ്യണം ജീവിതം. ഇനിയിപ്പോൾ ഈ ഒരു ഓണ സമയമൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് പിണങ്ങിയിരിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി കൂടിച്ചേർന്ന് സന്തോഷത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ഇവിടെ സോറയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ദുഃഖം അവരിവിടെ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ഇല്ലായ്മയിൽ. തേർഡ് പാർട്ടി ഉണ്ടാവാം, മനസ്സിലായി, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഒരുപാട് വിഷമം അവർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളോടായിരുന്നു അവർക്ക് കൂടുതൽ സ്നേഹം, നിങ്ങളിൽ അഡിക്റ്റ് ആയിരുന്നു അവർ. അപ്പൊ നിങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ അവർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. നിങ്ങളെ കാണുന്ന നിങ്ങളുടെ സംസാരവും ഒക്കെ വളരെയധികം അവർക്ക് ഇഷ്ടമായിരുന്നു.
മനസ്സിലായി. അപ്പോൾ അവർക്ക് നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന്. ഇവിടെ ഇന്നസെൻസ് ആണ് വന്നിരിക്കുന്നത്. ഇനി ഒരു കാപട്യം വേണ്ട, നിങ്ങളോട് നീതി പുലർത്തണം, നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ, പറഞ്ഞ ചില വാഗ്ദാനങ്ങളുണ്ടല്ലോ അതൊക്കെ പാലിക്കണമെന്നും അവരിവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം അവരുടെ മനസ്സ് പരിശുദ്ധമാണ്, വലിയ കാപട്യം ഒന്നുമില്ല. പക്ഷെ എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ കള്ളം പറഞ്ഞു, തൽക്കാലത്തെ നിലനിൽപ്പിന് വേണ്ടി എന്തും പറയുമല്ലോ ചില ആൾക്കാർ എന്ന് പറഞ്ഞതുപോലെയുള്ള സംഭവങ്ങളാണ് ഇവിടെയും വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത്. ക്രിയേറ്റിവിറ്റിയാണ്, കണ്ടില്ലേ ഇവിടെ. ഇത് തന്നെയാണ് ഒരു ദൈവാനുഗ്രഹമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നത് ഇതൊരു ഡെസ്റ്റിനി തന്നെയാണ്. ദൈവമായിട്ട് നിങ്ങളെ കൂട്ടിച്ചേർത്തതായിരിക്കണം. ചിലപ്പോൾ ഇവിടെ കണ്ടിൽ മെച്യൂരിറ്റിയാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രസ്റ്റ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ആയിരിക്കണം നിങ്ങളെ തമ്മിൽ ഈ ഒരു വിധി കൂട്ടിച്ചേർത്തത് എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇത് വിധിയുടെ ഒരു അനുഗ്രഹം തന്നെയാണിത്. നിങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ ഇതിൽ നിന്നും പഠിക്കാനുണ്ടാവുമല്ലോ, അങ്ങനെയും ചില കാര്യങ്ങൾ ആവാം. നമുക്ക് ഏഞ്ചൽസിന്റെ റൊമാൻസ് ഏഞ്ചൽസിന്റെ കാർഡ്സ് എടുക്കാവേ. രണ്ട് കാർഡ്സ് ഞാൻ എടുത്തുള്ളൂ. ഫ്ലർട്ട്, എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ ആർദ്രമായിക്കൊണ്ടിരിക്കുന്നു. കാരണം ആ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ വെമ്പൽ കൊള്ളുന്നുണ്ട്. ഈ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ വെമ്പൽ കൊള്ളുന്നുണ്ട്. ഇവിടെ ആരുടെയെങ്കിലും ചിലപ്പോൾ മാര്യേജ് നടക്കാനുള്ള സാധ്യതയുണ്ട് ഈ റീഡിങ് കാണുന്നവരിൽ. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ തമ്മിൽ ഒത്തുചേരാൻ വെമ്പൽ കൊള്ളുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു എനർജി മറ്റുള്ളവർക്കും ബാധകമാണ് എന്ന് കാണുന്നുണ്ട്. മറ്റുള്ളവർ കൂടി പകരുക. ഇവിടെ അട്രാക്ഷൻ ആണ്. യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് എൻജോയിങ് ദിസ് മൊമെന്റ് ഫുള്ളി. കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ഒരു റൊമാൻറ്റിക് ലവ് എൻജോയ് ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു റൊമാൻറ്റിക് ലവ് എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻജോയ് ചെയ്യൂ. അത്രമാത്രം അട്രാക്ഷൻ ആണ്, അട്രാക്റ്റീവ് ആണ്. നിങ്ങൾ പരസ്പരം അട്രാക്റ്റഡ് ആണ്. മനസ്സിലായോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ്. ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ്. കണ്ടില്ലേ, വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ്. അപ്പം ഇനിയെങ്കിലും നിങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇതിലൂടെ മുന്നോട്ട് വരൂ. നിങ്ങൾക്ക് ഇത് ദൈവം തന്ന അനുഗ്രഹമാണ്, ദൈവമാണ് നിങ്ങളെ കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത്ര നാളും പിണങ്ങി, അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ശരിയല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടു. അവർ കള്ളം പറഞ്ഞതും വഞ്ചിച്ചതും നിങ്ങളോട് പറയാതിരുന്നതും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടു. തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ടതും എല്ലാം കണ്ടല്ലോ. അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനിയെങ്കിലും അവർക്കൊരു ചാൻസ് കൊടുക്കൂ എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. ഇനിയെങ്കിലും ഒന്ന് കൂടിച്ചേരാൻ അവർക്കൊരു ചാൻസ് കൊടുക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം അത് മനസ്സിലാക്കൂ. ഇവിടെ എന്താണ്, എന്തുകൊണ്ടാണ്? യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ്. അതെ, ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് കാലം പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അവർക്ക് നിങ്ങളെ വേണം. നിങ്ങളുമായി കൂടി ചേർന്ന് പോകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വീണ്ടും നമ്മളിവിടെ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് പിണങ്ങും, വീണ്ടും വരും, വീണ്ടും പിണങ്ങും, വീണ്ടും പോകും. അങ്ങനെയുള്ള ഒരു കണക്ഷനാണിത്. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾ ചില പാഠങ്ങൾ പഠിക്കുകയുള്ളൂ. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നത് വരേക്കും ബൈ.